ക്ഷേമ പെൻഷൻ സർക്കാർ 1800 രൂപയായി വർദ്ധിപ്പിച്ച ആ സൈക്കോളജിക്കൽ നീക്കം പ്രതിപക്ഷത്തിന്റെ തലയിൽ ഇടുത്തി വീണ അവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരു സർക്കാർ പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുമ്പോൾ സ്വാഭാവികമായി പ്രതിപക്ഷം എന്ന നിലയിൽ എന്താണ് ചെയ്യേണ്ടത്? സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചല്ലോ, ഇതുപോലെയാണ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടതെന്നല്ലേ ഒരു ക്രിയാത്മക പ്രതിപക്ഷം ചെയ്യേണ്ടത്. പക്ഷെ കേരളത്തിലെ ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. സർക്കാർ ചെയ്തത് ശുദ്ധ തെമ്മാടിത്തമാണത്രേ. ശ്രീ അടൂർ പ്രകാശ്, ഇതിനകത്ത് ഇടതുപക്ഷത്തിന്റെ മാനിഫെസ്റ്റോയിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ ക്ഷേമ പെൻഷൻ വർധനവ് എന്ന കാര്യം. അപ്പോൾ അങ്ങനെ വർദ്ധിപ്പിക്കുന്നതിൽ ആ രീതിയിൽ അസ്വാഭാവികത കാണാൻ പറ്റുമോ? അല്ല, അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവസാന നിമിഷമല്ല നടപ്പാക്കേണ്ടത്. പ്രകടന പത്രിക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെന്റ് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്നുള്ളതാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. അത് പ്രകടന പത്രികയിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഏറ്റവും അവസാന നിമിഷം ഇതിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പ്രഖ്യാപനങ്ങൾ ഇതുപോലെ പലതും ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ശുദ്ധ മര്യാദകേടാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. കേട്ടല്ലോ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഖജനാവിലേക്ക് വരുന്ന നികുതി പണത്തിൽ നിന്ന് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു തുക വർദ്ധിപ്പിച്ചു കൊടുത്തു. നേരത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞത് വാക്ക് പാലിക്കുകയാണ്. ആ വാക്ക് പാലിച്ചതിനെ എങ്ങനെയാണ് ദീപാവലി ദിനത്തിൽ കോൺഗ്രസുകാരുടെ കുരു പൊട്ടിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. മാലപ്പടക്കം പോലെ പൊട്ടിപ്പോകുന്നുണ്ട്. അത് അടൂർ പ്രകാശിൽ നിന്ന് തുടങ്ങി. ആ വാക്ക് കേട്ടതും ഈ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പിലാക്കാനുള്ളതല്ലല്ലോ. തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളോട് പറയാൻ മാത്രമുള്ളതാണല്ലോ നമ്മുടെ പ്രകടന പത്രിക. അതാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആചാരം. ആ ആചാരത്തിൽ നിന്ന് വിരുദ്ധമായി സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ അത് ശുദ്ധ തെമ്മാടിത്തരം ആകുമല്ലയോ? സ്വാഭാവികമായിട്ടും UDFന്റെ കണ്ണിൽ അത് തെമ്മാടിത്തരം തന്നെയാണ്. ഞങ്ങൾ എവിടെയെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ അതൊക്കെ പറയും, പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ ഇതെന്താണ് പിണറായി വിജയൻ കാണിക്കുന്നത്? പറഞ്ഞതെല്ലാം പറഞ്ഞതുപോലെ ചെയ്യുന്നു. അതിനെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ഒരു UDF കൺവീനറിനെ വിളിക്കാൻ കഴിയുക? അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന മാക്സിമം ആണ് ഒരു നല്ല കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തതിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് പാലിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നേ ആണോ എന്നാണ് ചോദ്യം. അടുത്ത തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ ഉറപ്പുകളെല്ലാം പാലിക്കപ്പെടും, അത് വിതരണം ചെയ്ത് തുടങ്ങി കാണിക്കുമെന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണ നിർവഹണം നടത്തുന്നവരുടെ കഴിവല്ലേ, പ്രാപ്തിയല്ലേ, ശേഷിയല്ലേ, അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ കൊടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർ എന്തിനാണ് അധികാരത്തിന് വേണ്ടി തള്ളുന്നത്? ജനങ്ങൾക്ക് കൊടുക്കാനല്ല, എല്ലാം കിട്ടുന്നത് ഞങ്ങൾക്കും ഞങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകാനുള്ളതാണ്. അല്ലാതെ ജനങ്ങൾക്ക് കൊടുത്ത കാര്യത്തെ ഇങ്ങനെ തെമ്മാടിത്തരമാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ നാട്ടിലെ ജനങ്ങൾ കേൾക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, വിലയിരുത്തേണ്ടതാണ്. ഒരു ജനപ്രതിനിധിക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് കിട്ടാൻ പോകുന്ന ക്ഷേമ പെൻഷൻ അത് 200 രൂപ ഉയർത്തിക്കഴിഞ്ഞു, അതിനി കുറയ്ക്കാനും പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ അതിനെ അഭിനന്ദിച്ചില്ലെങ്കിലും വേണ്ടില്ല, മിണ്ടാതിരുന്നൂടെ? ഇമാതിരി വില കുറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്നതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അതൊന്നും കൊടുക്കാൻ പാടില്ല, അതിനൊന്നും അവർ അർഹരല്ല, അങ്ങനെ വെറുതെ കൊടുക്കേണ്ടതല്ല കാശ് എന്നുള്ള ഒരു സമീപനവും മനോഭാവവും UDF നേതാക്കന്മാർക്കിടയിൽ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ആ വാചകത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്.